ഓരോരുത്തരിലും യേശു ജനിക്കുകയാണ്. ജനിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ഒക്കെ വെറുതെ ആഘോഷങ്ങൾ കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്രിസ്മസ് ആയിരിക്കും. 3 രാജാക്കന്മാരും ആട്ടിടയന്മാരും മാലാഖമാരും ഒക്കെ ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് പിറന്ന ഉണ്ണിയേശുവിനെ കാണുകയും ആരാധിക്കുകയും ചെയ്യുവാൻ ഉള്ള ആ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ കഴിഞ്ഞ ദിവസത്തിലെ ഇവിടെ ഒരാൾ വന്നപ്പോൾ ഒരു വലിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഞാൻ പലയിടത്തും അത് കോട്ട് ചെയ്തു, എന്നോടല്ല പറഞ്ഞ് മോൺസിഞ്ഞോർ ചമക്കാലച്ചോട് പറഞ്ഞു, ഇന്ന് ലോകത്തിലെ ഇന്ത്യയിലെ അല്ല, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള സ്ഥലം എവിടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിൽ അമേരിക്കയും ജർമ്മനിയും ഇംഗ്ലണ്ടും യൂറോപ്പും ഒക്കെ എടുത്താൽ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമർത്ഥമായ സ്ഥലം ഏതെന്ന് ചോദിച്ചപ്പോൾ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരെ എക്കണോമിസ്റ്റ് അതിൻ്റെ സെൻസസ് എടുത്തപ്പോൾ അത് പത്തനംതിട്ടയാണ്. നിങ്ങൾ വണ്ടറടിക്കും. ഏറ്റവും വലിയ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അത് സത്യമാണെന്നാണ് ആ വലിയ മനുഷ്യൻ പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ലോകത്തിൽ ഇതുപോലെ സമ്പത്ത് വന്നുകൂടുന്ന ഒരു പ്രദേശം ഇല്ല എന്നുള്ളത് സത്യമാണ്. അതുപോലെ സമ്പത്ത് വന്ന് വീഴുന്ന നമ്മുടെ ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നാം ജനിച്ചു വളരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഇവിടെ ജനിക്കുവാൻ, ആ യേശു തമ്പുരാൻ ഇവിടെ പ്രവർത്തിക്കുവാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ ബാധ്യസ്ഥരാണല്ലോ പത്തനംതിട്ട ഉള്ളവർ. നിങ്ങളോടുകൂടി ആയിരിക്കുവാനും നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങളോട് ചേർന്നുകൊണ്ട് ഈ ക്രൈസ്തവ ജീവിതം ക്രൈസ്തവ മക്കളും അക്രൈസ്തവ മക്കളും ഒക്കെയായി പങ്കുവയ്ക്കുവാനും സാധിക്കുന്നത് വലിയ ഭാഗ്യമാണ്. ഈ എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള അവിടുത്തെ വീട്ടിലെ അമ്മച്ചിയെ കാണാൻ ഞാൻ പോയപ്പോൾ പറഞ്ഞു, പണ്ടൊക്കെ ഇവിടെ പോലീസുകാരുടെ തള്ളായിരുന്നു, എപ്പം പോയാലും പോലീസുകാരാണ്, അല്ലാതെ കാക്കി ഉടുത്തവരെയാണ് കാണുന്നത്. ഇന്ന് ഇതിലേ കൂടെ പോയാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാം. അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ ഒക്കെ പ്രാർത്ഥന ആലയങ്ങൾ ആക്കുന്നതിന് നാം ശ്രമിക്കുക. നമ്മുടെ ജീവിതം പ്രാർത്ഥന അനുഭവമുള്ള ആക്കി തീർക്കുന്നതിന് നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം ദൈവം നമ്മെ വഴി നടത്തി. ക്രിസ്മസിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ വളർന്നു. കർത്താവ് നമ്മെ ഏതുദ്ദേശത്തോടു കൂടി സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിയിൽ നാം ദൈവത്തോട് പങ്കുചേർന്ന് പ്രവർത്തിച്ചു. ഇതാ വീണ്ടും ഒരു വർഷം കൂടി നമുക്ക് ദൈവം തരികയാണ്. പ്രവർത്തിക്കുവാന്, അനുഭവത്തോടുകൂടി ജീവിക്കുവാന്, മക്കളെ വളർത്തുവാന്, സമ്പത്ത് ശേഖരിക്കുവാന്, അറിവുകൾ പകർന്നു കൊടുക്കുവാന്, ഉദ്യോഗത്തിൽ പല വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്യുന്നതിനൊക്കെ നമുക്ക് അവസരം ദൈവം തരികയാണ്, തന്നിരിക്കുകയാണ്, ഇനിയും തരാൻ പോകുകയാണ്. നിങ്ങൾ എൻ്റെ അയൽവാസികളാണല്ലോ. ജാതിമത ഭേദമന്യേ ഇവിടെ നിന്ന് എൻ്റെ ആഗ്രഹം വൈദികരെ മനസ്സിലാക്കി നിങ്ങളെ അവിടെ വന്ന് വിളിച്ചു. നിങ്ങൾ എന്നോടൊത്ത് ഈ സന്ധ്യയിൽ ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ തീർത്തും കൃതാർത്ഥനാണ്. നമ്മൾ വലിയ ഒരു കാര്യം ചെയ്യുന്നതിനൊന്നുമല്ല, ഈ ക്രിസ്മസിൻ്റെ കൂട്ടായ്മ ഒന്നിച്ച് പങ്കുവയ്ക്കുന്നതിന് മാത്രമായി നിങ്ങളെ ഞാൻ ക്ഷണിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ ആണെന്ന് എനിക്ക് അറിയാം. ഞാൻ ചില കുടുംബങ്ങൾ
ഈ ഇടത്ത് ഭാഗത്തുള്ള കുടുംബങ്ങളിൽ ഒക്കെയും വരികയുണ്ടായി. സമയക്കുറവ് കൊണ്ട് വലതു ഭാഗത്തുള്ളവർക്ക് രണ്ടാമത് വെച്ചിരിക്കുകയാണ്. അതും ഈ ദിവസങ്ങളിൽ തന്നെ വന്ന് നിങ്ങളെ കാണുന്നതിനും നിങ്ങളോടൊത്ത് നിങ്ങളുടെ ആ കുടുംബജീവിതത്തെ മനസ്സിലാക്കുന്നതിനുമൊക്കെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരനുഭവം, ഞാൻ പറഞ്ഞല്ലോ, നമ്മെ ദൈവത്തിൻ്റെ ആ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ, കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ ജീവിതം, കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ ഉയർപ്പ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ആണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നാം രക്ഷ പ്രാപിച്ചു എന്നതിൻ്റെ ബാഹ്യമായ തെളിവാണ്. ബഹുമാനപ്പെട്ട വൈദികരെ, കോറപ്പിസ്കോപ്പാച്ച വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, നമ്മുടെ ഈ അയൽവക്ക കൂട്ടായ്മ തീർച്ചയായിട്ടും നാം ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ലോകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആണല്ലോ, ഇങ്ങനെ കൂട്ടായ്മയാണല്ലോ നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നത്. നിങ്ങളെന്നും വന്നാലും എനിക്ക് സന്തോഷമാണ്. ഞാനിവിടെയുള്ള ദിവസങ്ങളിലൊക്കെ അയൽവാസികളൊക്കെ അഡ്വക്കേറ്റ് റോയ് എന്നെ ചിലപ്പോഴൊക്കെ കാണാൻ ഇവിടെ വരും. കുറച്ച് നേരം ഇരുന്ന വർത്തമാനമൊക്കെ പറയും. അതിനിടെ മറ്റു ധാരാളം ആളുകളെ കാണുമ്പോൾ അദ്ദേഹം തന്നെ പറയും, തിരുമേനി ഞാനങ്ങ് പോവാ. അപ്പോൾ ഇവിടെ വരുന്നതിനും കാണുന്നതിനും നമ്മുടെ ആ വലിയ കൂട്ടായ്മ പങ്കുവയ്ക്കുന്നതിനും അത് ദൈവീകമായ അനുഭവത്തിൽ ആയിരിക്കുന്നതിനും ഒക്കെ സാധിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ അത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് ഈ പ്രദേശത്തിൻ്റെ ചുമതല മലങ്കര കത്തോലിക്ക സഭയുടെ ചുമതല വഹിക്കുന്നത് നമ്മുടെ ജോൺ തുണ്ടിയത്തച്ഛനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അച്ഛന് എല്ലാ വീടുകളിലും പോവുകയും ആ സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രായമുള്ള വൈദികരാണ്. എന്നെ വിശുദ്ധ കുർബാനയ്ക്ക് കൂടുവാൻ പഠിപ്പിച്ചിട്ടുള്ള വൈദികരാണ് അടുത്തിരിക്കുന്ന രണ്ടുപേരും, ഇടുക്കളയച്ഛനും കോറപ്പിസ്കോപ്പാച്ചൻ വടക്കേക്കരയച്ഛനും. അവരൊക്കെയും വലിയ ത്യാഗത്തോടെ ഈ ക്രൈസ്തവ ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ പങ്കുവെച്ചവരാണ്. അതുപോലെ തന്നെ പ്രൊക്കറേറ്ററച്ഛനെ, വികാരി ജനറാളച്ഛന്മാർ രണ്ടുപേരും, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, സിസ്റ്റേഴ്സും ഒക്കെ നിങ്ങളുടേതായ സംഭാവനകൾ ഈ നാടിന് ശുശ്രൂഷകൾ നൽകുന്നവരാണല്ലോ. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ഭവനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ബേത്ലഹേമിലെ ഉണ്ണിയേശു നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും പിറക്കട്ടെ. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് കുറഞ്ഞു വരുന്ന, അത് സമ്പത്തല്ല, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ സമ്പത്തുള്ള സ്ഥലമാണ് നമ്മുടേത്. നമുക്കുള്ളത്, കുറവുള്ളത് സമാധാനം ആണ്. നമ്മളൊക്കെയും ഇങ്ങനെ ഉടുത്തൊരുങ്ങിയൊക്കെ നടക്കുന്നെങ്കിലും പല കുടുംബങ്ങളിലും സമാധാനക്കുറവ് കാണുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ, കർത്താവ് അരുളി ചെയ്തല്ലോ, ഈ ഭൂമിയിൽ സമാധാനം നൽകുന്നതിന് വേണ്ടി ആണല്ലോ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ സമാധാനത്തിൻ്റെ സന്തതികളായി ഈ ദേശത്ത് നാം ജനിച്ച് വളർന്ന്